ഇറാനെതിരെ ഭീഷണി കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിച്ച് കളയും. നാളേക്കുള്ളിൽ നയതന്ത്ര കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് തിരികെ എത്തിക്കും, നാശം വിതയ്ക്കും, മാത്രമല്ല നരകം വിതരണം ചെയ്യും എന്നുപോലും അദ്ദേഹം പറഞ്ഞു. ട്രംപ് നൽകുന്ന മുന്നറിയിപ്പാണ് ഇതൊക്കെ. അമേരിക്ക നടത്തുന്നത് ക്രൂരമായ അധിനിവേശ യുദ്ധമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറയുകയും ചെയ്തു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു. ഇത്രയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായി നമ്മൾ അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടിട്ടില്ല. അത്ര കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. നരകതുല്യമായ ജീവിതം ഇറാൻകാർക്ക് അങ്ങനെ അദ്ദേഹം ബാക്കി വച്ചിരിക്കുന്നു എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം. കൂടുതൽ വിവരങ്ങൾ ആ പത്രസമ്മേളനത്തിൻ്റെ അമേരിക്കൻ മാധ്യമങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. അമേരിക്കൻ മാധ്യമങ്ങൾ ആ വാർത്ത കറക്റ്റായിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തന്നെയുമല്ല, ചോദ്യോത്തരങ്ങളും ട്രംപുമായിട്ടുള്ള വാക്പോരും ഒക്കെ ഇന്ന് ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം മാധ്യമ പ്രവർത്തകരുടെ ബ്രീഫിംഗ് റൂമിലായിരുന്നു പതിവിന് വിപരീതമായി ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. ഇറാനെതിരെയുള്ള ഭീഷണി കടുപ്പിക്കുകയായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ 5:30 മുമ്പ് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിലും അതുപോലെ സമാധാന കരാറിലും തീരുമാനമായില്ലെങ്കിൽ SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനെ ശിലായുഗത്തിലേക്ക് ബോംബിട്ട് തകർക്കുമെന്നാണ് ട്രംപ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അത് മാത്രമല്ല, SK അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇറാൻ ജനത വളരെ നല്ല മനുഷ്യരാണ്, ന്യൂയോർക്കിലൊക്കെ താമസിക്കുമ്പോൾ നേരിട്ട് പരിചയമുണ്ടെന്നൊക്കെ ഒരു ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ അതിൻ്റെ ഇടയിൽ ഇടപെട്ട് ചോദ്യം ചോദിച്ചു. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തകർക്കുന്നത് ഈ ജനങ്ങളെ ബാധിക്കില്ലേ എന്നാണ് അവർ ചോദിച്ചത്. അതിന് ട്രംപ് മറുപടി നൽകിയത് ഇറാനിലെ സാധാരണ പൗരന്മാർ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായി അവർ ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. അത് മാത്രമല്ല, ട്രംപ് പറയുന്നത് ദയവായി ബോംബിടുന്നത് തുടരൂ എന്നാണ് ഇറാനികൾ US ഉദ്യോഗസ്ഥരോട് പറയുന്നത്. അതൊക്കെ കേട്ടു, അതിന്റെ തെളിവുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാന്റെ ഓരോ പാലങ്ങളും ഊർജ്ജ നിലയങ്ങളും തകർക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കി. ഇറാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാക്കുമെന്നുള്ള വളരെ കടുത്ത പ്രയോഗങ്ങളാണ് ട്രംപ് ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൽ നടത്തിയത്. അതേസമയം SK ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഇറാൻ വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ പരിഹസിച്ചുകൊണ്ട് ഇറാന്റെ തന്നെ ഒരു മുതിർന്ന നേതാവ് എക്സ്പീഡിയൻ ഡിസൈനിയസിന്റെ കൗൺസിൽ അംഗം സയ്യിദ് ജലീലി വന്നിട്ടുണ്ട്. ട്രംപിന്റെ വായ അടപ്പിക്കരുത്, മറിച്ച് ട്രംപിനെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുവാൻ അവസരം നൽകുകയാണ് വേണ്ടത് എന്നാണ് ജലീലി പറയുന്നത്. അതായത് ട്രംപിന്റെ ഓരോ വാക്കുകളും അമേരിക്കയുടെ യഥാർത്ഥ മുഖം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടുന്നുവെന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ വിദേശ നയങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ക്രൂരത വെളിപ്പെടുത്തുവാൻ ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകളൊക്കെ സഹായിക്കുന്നു എന്നാണ് ഈ സയ്യിദ് ജലീലിയുടെ വാദം. അതേസമയം ഇറാന്റെ ഉള്ളിൽ അമേരിക്കൻ വ്യോമസേന വിമാനത്തിന്റെ തകർന്നതും അതുപോലെ തന്നെ സൈനികനെ കാണാതായതും സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയ ഉദ്യോഗസ്ഥരും അതുപോലെ അത് വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകനെയും ജയിലിലടയ്ക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് സൈനിക നീക്കങ്ങളും ഉദ്യോഗസ്ഥരുടെ സുരക്ഷയും ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നത് രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കുറ്റമാണെന്നാണ് വൈറ്റ് ഹൗസിന് ഇക്കാര്യത്തിലുള്ള നിലപാട്. ഈ തകർന്നു വീണ US വിമാനത്തിലെ പൈലറ്റുമാരെ രക്ഷിക്കുവാൻ US കമാൻഡ്സ് ഇറാന്റെ മണ്ണിൽ നേരിട്ട് ഇറങ്ങി തെരച്ചിൽ നടത്തിയെന്ന വിവരവും ഇന്നത്തെ ഈ പത്രക്കാരോട് സംസാരിക്കുന്ന ബീറ്റ് ഹെഡ്സത്തും അതുപോലെ ചീഫ് ഓഫ് സ്റ്റാഫ് മിലിറ്ററിയുടെയും ഉണ്ടായിരുന്നു. ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്ന് പറയുന്ന കാര്യം നടന്നിരിക്കുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥയും പുറത്തു വന്നു. SK അതേസമയം ഇറാനിനെതിരെ വൻ സൈനിക നീക്കത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് ട്രംപിന്റെ ഗ്രീൻ സിഗ്നലിനായി കാത്തിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനിലെ തന്ത്രപ്രധാനമായ ഊർജ്ജ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ഇസ്രായേൽ ഭരണകൂടം അംഗീകാരവും നൽകിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലും അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായിട്ട് ഇറാൻ സൈന്യവും വന്നിട്ടുണ്ട്. ആക്രമിച്ചാൽ ഒടുവിൽ അമേരിക്കയും ഇസ്രായേലും പശ്ചാത്തപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമെന്നാണ് ഇറാൻ സൈനിക വക്താവ് അവരുടെ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രീമിനിയ വ്യക്തമാക്കിയിരിക്കുന്നത്. SKN. മധു കൊട്ടാരക്കര. മധുവിനെ അതിനിടയിൽ ഒരു കോംപ്ലിമെന്റ് ഷെബീർ മണ്ണാർക്കാട് പറയുന്നു. മധു കൊട്ടാരക്കര ഇന്ന് കാണാൻ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന പോലെയുണ്ട്. കണിക്കൊന്നൊക്കെ ഇനി നാണക്കേടുണ്ടാവും.